എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവടിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ ഉടനെ ആരംഭിക്കും. അപ്പോൾ സാധാരണ എല്ലാ വർഷങ്ങളിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുമ്പ് തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുന്നായിട്ട് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്താറുള്ളത് എല്ലാ വർഷവും നടത്താറുണ്ട്. ഈ വർഷം നിലവിൽ അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും എല്ലാ വർഷത്തെയും ഒരു ഇത് വെച്ച് എന്ത് ചെയ്യും, ഈ വർഷവും നടത്താൻ സാധ്യതയുണ്ട്. ആ കണക്കിന് എന്ത് ചെയ്യും, ഇനി അടുത്തത് കോൾ ഫോർ ചെയ്യാൻ പോകുന്ന, അടുത്ത വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ് ആ കണക്കിന് അടുത്ത് വിളിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങളാണ്. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഡീറ്റെയിൽസാണ്. അതായത് ഇതിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഈ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വാസ്തവം തന്നെയാണ്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. സാധാരണ എല്ലാ വർഷങ്ങളിലും ഈ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുൻപായിട്ട് എല്ലാ വർഷങ്ങളിലും ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എച്ച് എസ് ക്യാപ്പ് വിളിക്കാറുണ്ട്. അപ്പോൾ ആ കണക്കിന് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഏതിൻ്റെയാണ്? ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ആ കണക്കിന്. അപ്പോൾ ഇന്ന് ജൂൺ മാസം 16, നാളെ 17 തീയതികളിൽ തേർഡ് അലോട്ട്മെൻറ്റ് ഇന്നലെ ഞായറാഴ്ച ജൂൺ മാസം 15-ാം തീയതി പുറത്തു വന്നു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ നടപടിക്രമങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇന്നും നാളെയും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്, സാർ ഇഷ്ടമില്ലാത്ത സ്കൂളാണ്, ഇഷ്ടമില്ലാത്ത കോഴ്സാണ് തേർഡ് അലോട്ട്മെൻറ്റിലും ലഭിച്ചത്, അപ്പോൾ ഇനി ട്രാൻസ്ഫറിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കെ, വാട്ട് എവർ. നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികളോട് ആദ്യമേ എപ്പോഴും പറയുന്നുള്ളൊരു കാര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സും മാത്രമേ നമ്മൾ വെക്കുന്ന അലോട്ട്മെൻറ്റിൽ നൽകാൻ പാടുള്ളൂ എന്നുള്ള വാസ്തവം. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് മാറാണെന്ന് വരച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ഒരു പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്, ഒരു ടാസ്ക് പിടിച്ച ഡ്യൂട്ടി തന്നെ എന്ന് പറയാൻ സാധിക്കും. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് മുമ്പായിട്ട് എച്ച് എസ് ക്യാപ്പ് വേക്കൻസി പബ്ലിഷ് ചെയ്യും. ഓരോ സ്കൂളിലും ഓരോ കോഴ്സിലും ഒഴിഞ്ഞു കിടക്കുന്ന വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതുമാത്രമല്ല, ഈ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു കുട്ടിക്കും പങ്കെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നൽകുന്നത്. അത് ഈ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു വിദ്യാർത്ഥിനികൾക്കും ഇതിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. അല്ലാതെയുള്ള ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പ്രധാനമായും പ്രിയ വിദ്യാർത്ഥികൾ ഈ ട്രാൻസ്ഫറിനെ കുറിച്ച്, ഇത് അപേക്ഷയ്ക്ക് മുമ്പ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് പ്രധാനമായിട്ടും അറിയേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അലോട്ട്മെൻറ്റ് സിസ്റ്റത്തിലെ ഒരു ഘടകമാണെങ്കിലും കൂടുതൽ പേർക്കും, ഒരു 10 പേര് അപേക്ഷിച്ചാൽ 8 പേർക്കും ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുൻപ് വിളിക്കുന്ന ഒരു ട്രാൻസ്ഫർ ആണ്. അതുകൊണ്ട് തന്നെ
എന്താണ് നിരവധി വേക്കൻസികൾ ഉണ്ടാവും. അല്ല, ഇപ്പോഴത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ വിളിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ പിന്നെയും കുറച്ചും കൂടി വിദ്യാർത്ഥികൾക്കൊക്കെ കിട്ടും. കാരണം എന്താണ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുൻപ് വിളിക്കുന്നൊരു ട്രാൻസ്ഫറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേക്കൻസികളും കാര്യങ്ങളും ഒക്കെ കാണും. പല സ്കൂളുകളിലും നിരവധി കോഴ്സുകളിലായിട്ട് വേക്കൻസികളും മറ്റു കാര്യങ്ങളും ഒഴിഞ്ഞു കിടപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടും. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞു, ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥിനിക്ക് ഈ ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും? എത്ര നാളെ വെയിറ്റ് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും? HS CAP കോൾ ഫോർ ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ആക്കണം. അതെപ്പോഴാണ് ഈ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്? അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിളിക്കുന്നത്. അന്നേരം ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും കൂടെ കഴിയുന്നതോടുകൂടി ഒരു 90-95% ഒരു 95% സീറ്റുകളും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഫില്ലാകും. മെറിറ്റ് കോട്ടയിലെ ഒരു 95% സീറ്റും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റോട് കൂടി ഫില്ലാകും. അപ്പോൾ രണ്ടാമത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അധികം പേർക്കൊട്ട് കിട്ടുകയില്ല. പിന്നെ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ അപേക്ഷിക്കാം? ഒന്നാമത്തെ ഓപ്ഷൻ മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഇതിൽ 3ലും അഡ്മിഷൻ ലഭിച്ചൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഇതിനായി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള വിവരം ഓർത്തിരിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥിനികൾ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക? ഇതിന് അപ്ലൈ ചെയ്യാതെ വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ സ്കൂളും കോഴ്സും നിങ്ങൾ അലോട്ട്മെൻറ്റ് സമയത്ത് നൽകിയത് അതുപോലെയാണ്. ഇതിനായി നിങ്ങൾ HS CAP എന്ന സൈറ്റിൽ കയറുക. ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ വിളിച്ച് കഴിയുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. അന്നേരം നമ്മൾ വീഡിയോ ഇടും. പക്ഷേ എന്നാലും ഒന്നുകൂടെ പറയാം. നമ്മളതൊന്നുകൂടെ പറയും. എന്നാലും ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. തുറന്നു വരുന്ന പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമായിട്ടുണ്ട്, ഒരു നീല അക്ഷരത്തിൽ. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളും കോഴ്സും കൃത്യമായ രീതിയിൽ സെലക്ട് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇനി ഒരു അബദ്ധം പറ്റിക്കൂടാ. കാരണം നിങ്ങൾക്ക് എന്താണ്, ഇപ്പം ഇഷ്ടമില്ലാത്ത സ്കൂള് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കോഴ്സ് കിട്ടിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ആയിരിക്കുമല്ലോ ഈ ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യുക. അല്ലാതെ ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സും കിട്ടിയൊരു വിദ്യാർത്ഥി ഈ ട്രാൻസ്ഫറിന് പോവുകയില്ല. അപ്പോൾ എന്ത് ചെയ്യരുത്, ഇനിയൊരു അബദ്ധം പറ്റിക്കൂടാ. നിങ്ങൾക്ക് പരമാവധി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനും എന്ത് ചെയ്യാം, 20 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് നൽകാം പരമാവധി. എന്ന് വെച്ച് 20 എണ്ണം നൽകണമെന്ന് നിർബന്ധമില്ല. 1 വേണമെങ്കിൽ നൽകാം, 2 വേണമെങ്കിൽ നൽകാം, എത്ര വേണമെങ്കിലും നൽകാം. നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്കൂള്, പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് എന്നിവ മാത്രമേ നൽകാൻ പാടുള്ളൂ. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂള്, പോകാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് മാത്രമേ നൽകാൻ സാധിക്കുള്ളൂ. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടൊരു മടങ്ങി വരവില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നു, അതിൻ്റെ റിസൾട്ട് വന്നു, നിങ്ങൾക്ക് പുതിയൊരു സ്കൂളും പുതിയൊരു കോഴ്സും കിട്ടി. അന്നേരമാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഈ പഴയതുള്ളത് തന്നെ പഠിച്ചോളാം, ആദ്യം കിട്ടിയ സ്കൂളും കോഴ്സും പഠിച്ചോളാം. ആ പരിപാടി എന്ത് ചെയ്യില്ല, നടക്കൂല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടൊരു മടങ്ങി വരവില്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ പുതിയൊരു സ്കൂളും പുതിയൊരു കോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും എന്ത് ചെയ്തോണം, പുതിയ സ്കൂളിലേക്കും
പുതിയ കോഴ്സിലേക്ക് നിങ്ങൾ മാറിയിരിക്കണം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ചേഞ്ച് വരികയാണെങ്കിൽ എവിടെയാണോ ചേഞ്ച് ലഭിച്ചത് ആ ചേഞ്ച് ലഭിച്ചിടത്തേക്ക് നിങ്ങൾ മാറണം. പിന്നീടൊരു തിരിച്ചുവരവ് ഇല്ല. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഇസ് ഫൗണ്ടർ ഓഫ് സ്ക്രിപ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.